ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. കലയ്ക്ക് പ്രായമില്ലെന്ന് തെളിയിക്കുകയാണ് നൃത്താധ്യാപകൻ സുരേന്ദ്രൻ പട്ടേനയും ശിഷ്യരും. 1983 SLC ബാച്ചിലെ സഹപാഠികളായ ഇന്ദിരാ കുന്നത്തില്ലം, പുഷ്പ നാരായണൻ എന്നിവരെയാണ് സുരേന്ദ്രൻ നൃത്തം അഭ്യസിപ്പിച്ച് അരങ്ങേറ്റത്തിനൊരുങ്ങുന്നത്. മെയ് 1 മുഴക്കുന്ന ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് ഇവർ. കലയ്ക്ക് പ്രായമില്ല. ഉള്ളിൽ മോഹമുണ്ടെങ്കിൽ ഉടൽ നൃത്തം ചെയ്യും. ആത്മസമർപ്പണവും ഇച്ഛാശക്തിയും മാത്രമാണതിന് ആവശ്യമെന്ന് തെളിയിക്കുകയാണ് നൃത്താധ്യാപകനായ സുരേന്ദ്രൻ പട്ടേനയും അദ്ദേഹത്തിന്റെ ശിഷ്യരും. 1983 SSLC ബാച്ചിലെ സഹപാഠികളായ ഇന്ദിരാ കുന്നത്തില്ലം, പുഷ്പ നാരായണൻ എന്നിവരെയാണ് സുരേന്ദ്രൻ നൃത്തം അഭ്യസിപ്പിച്ച് അരങ്ങേറ്റത്തിനായി ഒരുക്കുന്നത്. പഴയ സഹപാഠികളെ നൃത്തം അഭ്യസിപ്പിക്കാനുള്ള നിയോഗം സുരേന്ദ്രന് ലഭിച്ചത് ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലൂടെയാണ്. നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1983 SSLC ബാച്ചിന്റെ കുടുംബ സംഗമത്തെ പറ്റിയുള്ള ആലോചനാ യോഗത്തിൽ സംഗമത്തിൽ അവതരിപ്പിക്കാനുള്ള സെമി ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കാൻ സുരേന്ദ്രനോട് ആവശ്യപ്പെടുകയായിരുന്നു. സുരേന്ദ്രൻ പഠിപ്പിച്ച സെമി ക്ലാസിക്കൽ ഡാൻസ് 2023 സംഗമത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. എന്നാൽ നൃത്ത പരിപാടി കഴിഞ്ഞപ്പോൾ ക്ലാസിക്കൽ നൃത്തം പഠിക്കണമെന്ന ആഗ്രഹമായി സഹപാഠികൾ സുരേന്ദ്രനെ സമീപിച്ചു. അങ്ങനെ 5 പേരുമായി ക്ലാസ് തുടങ്ങി. പക്ഷേ 3 പേർക്ക് പഠനം തുടരാൻ സാധിച്ചില്ല. എന്നാൽ ഇന്ദിരാ കുന്നത്തില്ലം, പുഷ്പ നാരായണൻ എന്നിവർ നൃത്തപഠനം പൂർത്തിയാക്കുമെന്ന വാശിയിൽ തന്നെയായിരുന്നു. ഇതിനിടെ നൃത്തപഠനമെന്ന മോഹവുമായി അനീഷ് എന്ന യുവാവും സുരേന്ദ്രനെ സമീപിച്ചു. 3 പേരും മെയ് 1 വൈകുന്നേരം 4:30 മുഴക്കുന്ന് ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിക്കും. അവരുടെ നൃത്തത്തിന്റെ ഇടവേളയിൽ സുരേന്ദ്രൻ, മരുമകൾ അപർണ പട്ടേൽ, ശിഷ്യ സജ്ന എന്നിവരും വേദിയിലെത്തുന്നുണ്ട്. KSEB റിട്ടയർഡ് സൂപ്രണ്ടായ സുരേന്ദ്രൻ 30 വർഷത്തിലേറെയായി നൃത്താധ്യാപന മേഖലയിൽ സജീവമാണ്. നിരവധി വിദ്യാർത്ഥികൾക്കാണ് ഇതിനോടകം തന്നെ സുരേന്ദ്രൻ പട്ടേന നൃത്തച്ചുവടുകൾ പകർന്നു നൽകിയത്. 12ാം വയസ്സിലാണ് സുരേന്ദ്രൻ പട്ടേന നൃത്ത പഠനം ആരംഭിക്കുന്നത്. മാമനി കുഞ്ഞിക്കണ്ണൻ മാഷായിരുന്നു ആദ്യ ഗുരു. പിന്നീട് കുറ്റിക്കുൽ ശ്യാമല ടീച്ചറുടെ കീഴിൽ നൃത്തം അഭ്യസിച്ചു. നീലേശ്വരം രാജു മാസ്റ്ററാണ് നൃത്താധ്യാപന മേഖലയിലേക്ക് സുരേന്ദ്രനെ നയിച്ചത്. ഇന്ന് പട്ടേനയിലെ കിങ്ങിണി നൃത്തവിദ്യാലയത്തിന് പുറമെ തൃക്കരിപ്പൂർ നടക്കാവിലും കാസർഗോഡ് കുഡ്ലുവിലും ചെമ്മട്ടം വയലിലും വിവിധ നൃത്തവിദ്യാലയങ്ങളിൽ അദ്ദേഹം നൃത്തം അഭ്യസിപ്പിക്കുന്നുണ്ട്. 3 വയസ്സ് മുതൽ 65 വയസ്സുള്ളവരെ വരെ നൃത്തം അഭ്യസിപ്പിച്ചിട്ടുമുണ്ട്. സുരേന്ദ്രൻ പട്ടേന കുട്ടികളിൽ നിന്ന് വിഭിന്നമായി പ്രായമായവരെ നൃത്തം പഠിപ്പിക്കുമ്പോൾ അവരുടെ ആഗ്രഹത്തിന് മാത്രം മുൻഗണന നൽകണമെന്നും ഒരിക്കലും പെർഫെക്ഷന് വേണ്ടി ശ്രമിക്കരുതെന്നുമാണ് അദ്ദേഹത്തിന്റെ പക്ഷം. പഠിക്കാനുള്ള മനസ്സും ആഗ്രഹവുമുണ്ടെങ്കിൽ ഏത് പ്രായത്തിലും നൃത്തം പഠിക്കാം. പക്ഷേ ആ ആഗ്രഹ പൂർത്തീകരണത്തിന് കുടുംബാംഗങ്ങളുടെ പിന്തുണ കൂടി ആവശ്യമാണ്. നൃത്താധ്യാപനം മാത്രമല്ല, നൃത്തം ഒരു അനന്തസാഗരമാണെന്ന് കരുതുന്ന സുരേന്ദ്രൻ ഒരു നൃത്ത വിദ്യാർത്ഥി കൂടിയാണ്. നിലവിൽ കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം അഭ്യസിക്കുന്നുണ്ട്. ഡോക്ടർ കലാമണ്ഡലം കൃഷ്ണപ്രിയ ടീച്ചറാണ് ഗുരു. മുമ്പ് ഔദ്യോഗിക ജീവിത കാലഘട്ടത്തിലാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ നടന ഗ്രാമത്തിൽ നിന്നും കേരള നടനത്തിൽ TTC നേടുന്നത്. ഡോക്ടർ ഗുരു ഗോപിനാഥിന്റെ പ്രിയ ശിഷ്യ പങ്കജവല്ലി ടീച്ചറായിരുന്നു അന്ന് ഗുരു. അന്ന് തന്റെ മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും പൂർണ്ണ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് അത് തനിക്ക് നൃത്തം അഭ്യസിക്കാനായതെന്നും സുരേന്ദ്രൻ പട്ടേന പറയുന്നു.
ഞാൻ ഏറെ വർഷമായിട്ട് നൃത്തരംഗത്തുണ്ട്. അപ്പോൾ ഞാൻ 1983 നീലേശ്വരം രാജാസ് ഹൈസ്കൂളിലെ SLC ബാച്ചാണ്. ഞങ്ങളെ കുടുംബസംഗമങ്ങൾക്കെല്ലാം തന്നെ ഞാൻ ഡാൻസ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ 83 നടത്തിയ കുടുംബസംഗമത്തെ അതിൻ്റെ ആലോചനാ യോഗത്തിൽ കുറച്ച് ലേഡീസ് പറഞ്ഞു, നമുക്കൊരു സെമി ക്ലാസിക്കൽ പഠിക്കണം, സുരേന്ദ്രൻ പഠിപ്പിക്കുമെന്ന് ചോദിച്ചു. ഞാൻ സന്തോഷത്തോടെ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഒരു സെമി ക്ലാസിക്കൽ പഠിച്ചു, സംഗമത്തിൽ അവർ അവതരിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് പേർക്ക് ക്ലാസിക്കൽ ഡാൻസ് പഠിക്കണം എന്ന് ആഗ്രഹം എന്നോട് പറയണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ പഠിപ്പിക്കാം. അങ്ങനെ 5 പേര് എൻ്റെ വീട്ടിലെ ഡാൻസ് ക്ലാസ്സിൽ, ഞാൻ റിട്ടയർമെൻറ്റിന് ശേഷം 84 ഏപ്രിലാണ് ഞാൻ റിട്ടയർ ആവുന്നത്. KSEBയിലായിരുന്നു ഞാൻ. 84 ഏപ്രിൽ റിട്ടയറിന് ശേഷം ഒരു 5 പേര് എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. അതിൽ 3 പേര് പല കാരണങ്ങൾ കൊണ്ട് അവർ ശാരീരിക പ്രശ്നങ്ങളും മറ്റു വീട്ടിൽ പ്രശ്നങ്ങളും കൊണ്ട് വരാൻ പറ്റിയില്ല. ബാക്കി 2 പേര് ഇതുവരെ പഠിച്ചു. ഇപ്പോൾ അവർ അരങ്ങേറ്റം തയ്യാറായിരിക്കുകയാണ്. ഭരതനാട്യം 2, പുഷ്പാഞ്ജലി ഉൾപ്പെടെ 3 ഐറ്റമാണ് അവർ ചെയ്യുന്നത്. ഇത്രയും പഠിച്ചവർക്ക് അരങ്ങേറ്റം ചെയ്യാനെത്തി എന്ന് പറയുമ്പോൾ അതൊരു അവരുടെ മനസ്സിൻ്റെ ആ ഒരു എന്താ പറയുക, മനസ്സ് അവർ ഉറപ്പിച്ച്, മനഃശക്തി തന്നെ പറയാം. കാരണം നമ്മൾ എന്തായാലും ചെയ്തിരിക്കും എന്നുള്ള ഒരു ഉറച്ച മനസ്സാണ് അവർ അതിലെടുത്തത്. അനീഷിൻ്റെ കാര്യവും അത് തന്നെ. അനീഷ് ചെറുപ്പത്തിൽ ഡാൻസ് പഠിച്ചതാണ്, പിന്നെ ഡാൻസ് വിട്ട് വീണ്ടും ഡാൻസ് പഠിക്കണം എന്നുമായിട്ട് ആഗ്രഹമായിട്ടാണ് എൻ്റെ അടുത്ത് എത്തിയത്. അവർ എല്ലാവരും ഇപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളുടെ പെർഫെക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, കാരണം ഈ പ്രായത്തിലാണ് അവർ ചെയ്യുന്നത്. എന്നാലും അവരുടെ കഴിവിൻ്റെ പരമാവധി നന്നായിട്ട് അവർ ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. മെയ് 1 മൃദംഗശേരീശ്വരി ക്ഷേത്രത്തിൽ അരങ്ങേറ്റത്തിനൊരുങ്ങുന്ന ഇന്ദിര കുന്നത്തില്ലം റിട്ടയർഡ് പ്രധാന അധ്യാപികയാണ്. നീലേശ്വരം പടിഞ്ഞാറ്റൻകുഴുവൽ സ്വദേശി ഇന്ദിരയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി ഭർത്താവ് നാരായണൻ നമ്പൂതിരിയും മക്കളായ ഡോക്ടർ നവ്യ വിനോദും നവീൻ വടക്കില്ലവും മരുമകൻ വിനോദ് നമ്പൂതിരിയും പേരക്കുട്ടികളുമുണ്ട്. മറ്റൊരു വിദ്യാർത്ഥിനി പുഷ്പ നാരായണന് പിന്തുണയേകി ഭർത്താവ് നാരായണൻ പാലാട്ട് ഒപ്പമുണ്ട്. കാനഡയിൽ പ്രൊഫസറായ ഡോക്ടർ നിപേഷ് നാരായണനും ബളാൽ കൃഷി ഓഫീസറായ നിഖിൽ നാരായണനും അമ്മയ്ക്ക് പൂർണ്ണ പിന്തുണയേകുന്നു. 3 പേരക്കുട്ടികളുടെ മുത്തശ്ശി കൂടിയാണ് പുഷ്പ നാരായണൻ. സീനിക് ന്യൂസ്, നീലേശ്വരം. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ് വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ.